എടാ ശ്രദ്ധിക്കണേ, അങ്ങോട്ട് പോലെ അവിടെ ഇടിഞ്ഞു വീഴും. ഏത് സമയത്ത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. മാറും അവിടുന്ന് മാറ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇന്നലെ മുതൽ മലയോരത്ത് കനത്ത മഴ പെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉദയഗിരി പഞ്ചായത്തിലെ കാർത്തികപുരം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. ഇന്നലെ രാത്രിയിൽ സംഭവിച്ച ഒരു വലിയ അപകടമാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ഭാഗ്യവശാൽ പകൽ സമയങ്ങളിലാകത്തുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണ് ഇത്. അതുമാത്രമല്ല, സ്കൂളിലെ അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരിടം. എപ്പോൾ സജീവമാകുന്ന ഈ റോഡിലേക്കാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഈ കൂറ്റമതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാലയമാണ് കാർത്തികപുരത്തേത്. ആ പകൽ സമയങ്ങളായിരുന്നെങ്കിൽ ഒരു വലിയ അപകടമാകുമായിരുന്നു. എന്തായാലും അർദ്ധരാത്രിയിൽ എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് ദുരന്തങ്ങളാണ് ഈ മലയോര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, പല വീടുകളുടെയും മുകളിലേക്ക് മരങ്ങൾ വീണ് അപകടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇരിട്ടിയിൽ വലിയ കെട്ടിടത്തിൻ്റെ മേൽക്കൂര താഴേക്ക് പതിച്ചത് നമുക്ക് കണ്ടു. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളാണ് മഴക്കാലമായാൽ മലയോര മേഖല അഭിമുഖീകരിക്കുന്നത്. ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു തറയോടൊക്കെ പതിച്ച് വളരെ ഭംഗിയാക്കി, ഈ മുറ്റമൊക്കെ ഭംഗിയാക്കിയ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ആ തറയോട് ഉൾപ്പെടെയാണ് താഴേക്ക് വീണിട്ടുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ സ്കൂൾ അധികൃതരും പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തും ഒക്കെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. മഴയിൽ രാവിലെ നമ്മുടെ മതിൽ ഇടിഞ്ഞതായിട്ട് കണ്ടു. കുട്ടികളൊക്കെ സുരക്ഷിതമായ രീതിയിൽ മറ്റ് ക്ലാസ്സുകളിൽ പഠനം നന്നായി നടക്കുന്നു. പ്രയാസങ്ങളൊന്നുമില്ല. മേലധികാരികൾ എല്ലാം ഇക്കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി അവരെ ഉടൻ തന്നെ അടിയന്തര നടപടികൾ സ്വീകരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായ നടപടികൾക്ക് സ്വീകരിക്കേണ്ട മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേണ്ട ഇടപാടുകളൊക്കെ ചെയ്ത് ഒക്കെ പൂർത്തിയാക്കി, നടപടികളൊക്കെ പൂർത്തിയാക്കി പോയിട്ടുണ്ട്. ഉടൻ തന്നെ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് 25 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ വലിയ കൂറ്റൻ മതിൽ. എന്തായാലും അന്നത്തെ സൗകര്യങ്ങൾക്ക് വെച്ചിട്ടായിരിക്കാം നിർമ്മിച്ചിട്ടുണ്ടാകാം. ഇത് ഇടയ്ക്ക് ഇതിൻ്റെ ഇടഭാഗത്ത് തന്നെ ചില വിള്ളലുകളൊക്കെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അപകടമാണെന്ന് ആളുകൾക്ക് കരുതി കാണില്ല. എന്തായാലും ഇനി ഇത് പുനർനിർമ്മിക്കുമ്പോൾ ഒരു കോൺക്രീറ്റ് ഭിത്തി തന്നെ നിർമ്മിക്കേണ്ടി വരും. അല്ലാതെ ഇത്തരത്തിൽ കല്ല് കെട്ടി ഇത്ര ഹൈറ്റിൽ ഉയർത്തി കഴിഞ്ഞാൽ അത് വീണ്ടും ഇടിയുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അധികം താമസിയാതെ തന്നെ വലിയൊരു കോൺക്രീറ്റ് ഭിത്തി ഇവിടെ ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും ഈ റോഡ് ബ്ലോക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഇതുവഴി പാർവത്തമലയിലേക്കും മറ്റും പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്ത് അധികൃതരൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇനിയും ഒട്ടേറെ കാഴ്ചകൾ മലയോരത്ത് നമുക്ക് ഈ മഴക്കാലത്ത് നൽകുവാനുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.